നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചൂടുപിടിച്ച പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയേണ്ടിവരും. സംസ്ഥാന പാർട്ടികൾ തമ്മിൽ തെരഞ്ഞെടുപ്പ് യുദ്ധം നടക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലാണ് അവിടെ പോര് നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ കഴിഞ്ഞ ദിവസം ഒരു കുറ്റപത്രം പുറത്തിറക്കിയിരുന്നു. ബംഗാളിലെ അഴിമതി, ക്രമസമാധാന തകർച്ച, നുഴഞ്ഞുകയറ്റം എന്നിവ ഉന്നയിച്ചായിരുന്നു ബിജെപിയുടെ നീക്കം. എന്നാൽ ഇതിന് അതിശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര. അമിത്ഷായുടെ ആരോപണങ്ങളെ ഒന്നൊന്നായി പൊളിച്ചെടുക്കുന്നതിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ പരാജയങ്ങൾ കൂടി എണ്ണിപ്പറഞ്ഞാണ് മഹുവ തിരിച്ചടിച്ചത്. ബംഗാൾ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ അമിത്ഷായ്ക്ക് എന്ത് അർഹതയാണുള്ളതെന്നാണ് മഹുവയുടെ പ്രധാന ചോദ്യം. അമിത്ഷായുടെ രാഷ്ട്രീയ ഭൂതകാലം പരാമർശിച്ചുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മഹുവ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലാണ് മഹുവ അമിത്ഷായ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഒരു ഭരണാധികാരി സിംഹാസനത്തിൽ ഇരുന്നതുകൊണ്ട് മാത്രം അയാൾ രാജാവാകില്ലെന്നും അയാളുടെ പ്രവർത്തികൾ മോശമാണെങ്കിൽ ആ കൊട്ടാരം വെറും സർക്കസ് കൂടാരമായി മാറുമെന്നുമുള്ള കടുത്ത പരിഹാസത്തോടെയാണ് മഹുവ പത്രസമ്മേളനം ആരംഭിച്ചത്. അമിത്ഷാ പോലും ഓർക്കാൻ അറയ്ക്കുന്നൊരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ടെന്നാണ് മഹുവ ആരോപിച്ചത്. അതിനെ സാധൂകരിക്കാനായി ആഭ്യന്തരമന്ത്രിയുടെ ചില ഭൂതകാല ചരിത്രങ്ങൾ കൂടി ചികഞ്ഞാണ് മഹുവ അമിത്ഷായുടെ വായടപ്പിക്കുന്നത്. സ്വന്തം നാട്ടിലെ കോടതികൾ പോലും പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച 2 വർഷത്തോളം സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് കോടതി വിലക്കിയ തടിപ്പാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് മറ്റൊരു സംസ്ഥാനത്തെ ജനപ്രിയ സർക്കാരിനെതിരെ കുറ്റപത്രം നൽകാൻ വരുന്നത് എന്നത് ജനാധിപത്യത്തിന് അപമാനമാണെന്ന് അവർ പറഞ്ഞു. 2005 ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായ്ക്കെതിരെ സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി CBI കേസെടുത്തിരുന്നു. എന്നാൽ ഈ കേസിൽ അറസ്റ്റ് ഭയന്ന് അദ്ദേഹം കുറച്ചു ദിവസം ഒളിവിൽ പോയതോടെ CBI അദ്ദേഹത്തെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ചെങ്കിലും ഗുജറാത്തിൽ നിന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ച് കോടതി അദ്ദേഹത്തെ 2 വർഷത്തേക്ക് സ്വന്തം സംസ്ഥാനത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുകയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മുൻപ് കോടതികളിൽ നിന്ന് നേരിട്ട ഇത്തരം തിരിച്ചടികൾ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ ജനങ്ങളെ ഒന്നടങ്കം കുറ്റവാളികളായി ചിത്രീകരിക്കുന്ന BJP നയത്തിനെതിരെയും അവർ ശക്തമായി ആഞ്ഞടിച്ചു. ബംഗാളികളെ ബംഗ്ലാദേശികളെന്നും റോഹിംഗ്യകളെന്നും വിളിച്ച് ആക്ഷേപിക്കുന്ന BJP നേതൃത്വം ഇപ്പോൾ ഓരോ ബംഗാളിയെയും ക്രിമിനലുകളായി മുദ്രകുത്താൻ ശ്രമിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. ബംഗാളിനോടുള്ള BJPയുടെ സമീപനം 4 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നതെന്നും മഹുവ വിവരിച്ചു. ആദ്യം ബംഗാളികളെ പരസ്യമായി അപമാനിക്കുന്നു. പിന്നീട് അവർക്ക് അർഹതപ്പെട്ട ഫണ്ടുകൾ നിഷേധിച്ച് പട്ടിണിക്കിടുന്നു. മൂന്നാമതായി അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നു. ഒടുവിൽ ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു. ഇതാണ് BJPയുടെ ബംഗാൾ ഫോർമുലയെന്ന് മഹുവ ആരോപിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനായി BJP എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്നതിന് കൃത്യമായ കണക്കുകൾ കൂടി നിരത്തി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക കൂടി ചെയ്യുന്നുണ്ട് മഹുവ. 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 98% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. എന്നാൽ ഇത്രയധികം കേസുകൾ എടുത്തിട്ടും കേവലം 0.42% കേസുകളിൽ മാത്രമാണ് പ്രതികളെ ശിക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഈ ഏജൻസികളുടെ ലക്ഷ്യം അഴിമതി ഇല്ലാതാക്കുക എന്നതല്ല, മറിച്ച് രാഷ്ട്രീയ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക എന്നതാണെന്ന് മഹുവ പറഞ്ഞു. അതേസമയം BJPക്കുള്ളിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ലൈംഗിക പീഡന പരാതി നേരിടുന്ന മുൻ MP ബ്രജ്ഭൂഷൺ സിംഗിനെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെയും മഹുവ രൂക്ഷമായി വിമർശിച്ചു. മന്ത്രിസഭയിലെ 28 മന്ത്രിമാർക്കെതിരെ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇത്തരമൊരു പാർട്ടിക്ക് മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ അവകാശമില്ലെന്നും അവർ ആഞ്ഞടിച്ചു. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമിത്ഷാ വൻ പരാജയമാണെന്നുകൂടി മഹുവ മൊയ്ത്ര ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി മണിപ്പൂർ കത്തിയെരിയുമ്പോഴും അത് തടയാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടില്ല. മണിപ്പൂരിലെ സ്ത്രീകൾ നഗ്നരായി തെരുവിലൂടെ നടത്തപ്പെട്ടപ്പോഴും വംശഹത്യ നടന്നപ്പോഴും കേന്ദ്രം കാഴ്ചക്കാരായി നിന്നു. ഇത്രയും വലിയൊരു ആഭ്യന്തര കലാപം നടന്നിട്ടും അവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിയാത്ത ആഭ്യന്തരമന്ത്രി ബംഗാളിനെ കുറിച്ച് വേവലാതിപ്പെടുന്നത് വിരോധാഭാസമാണെന്ന് അവർ പറഞ്ഞു. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം എല്ലാം സുരക്ഷിതമാണെന്ന് അവകാശപ്പെട്ട അമിത്ഷാ അവിടത്തെ വിനോദസഞ്ചാരികളുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ പരാജയപ്പെട്ടു. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതും റെഡ് ഫോർട്ടിന് സമീപം നടന്ന സ്ഫോടനങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാജയത്തിന് തെളിവാണ്. സ്വന്തം സുരക്ഷയ്ക്കായി വൻ സന്നാഹങ്ങൾ ഒരുക്കുന്ന അമിത്ഷാ രാജ്യത്തെ സാധാരണക്കാരുടെ സുരക്ഷ മറന്നുപോയിരിക്കുകയാണെന്നും മഹുവ കുറ്റപ്പെടുത്തി. നുഴഞ്ഞുകയറ്റത്തിന്റെ പേരിൽ ബംഗാളിനെ പഴിചാരുന്നതിലെ പൊള്ളത്തരവും മഹുവ തുറന്നുകാട്ടി. BJP ഭരിക്കുന്ന ത്രിപുരയിലെ അതിർത്തിയിൽ 97% വേലികൾ കെട്ടി തിരിച്ചിട്ടും അവിടെ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് അവർ ചോദിച്ചു. ബംഗാളിൽ ലക്ഷക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെന്ന BJPയുടെ പ്രചാരണം വെറും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബംഗാളിൽ നിന്ന് കണ്ടെത്തിയ നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം കേന്ദ്രം തന്നെ പാർലമെന്റിൽ വെളിപ്പെടുത്തിയത് വെറും 3500 ആണ്. കോടിക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെന്ന BJPയുടെ വാദങ്ങൾ വെറും പൊള്ളയായ ആരോപണങ്ങൾ മാത്രമാണെന്നും മഹു പറഞ്ഞു.
ബംഗാളിന് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം കേന്ദ്രം തടഞ്ഞുവെക്കുന്നതിനെയും മഹുവ ശക്തമായി എതിർത്തു. തൊഴിലുറപ്പ് പദ്ധതിയും ജൽജീവൻ മിഷനും ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി ബംഗാളിന് നൽകേണ്ട 58,000 കോടി രൂപ കേന്ദ്രം മനഃപൂർവ്വം നൽകുന്നില്ല. ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും വൻതോതിൽ ഫണ്ട് നൽകുമ്പോൾ ബംഗാളിനെ സാമ്പത്തികമായി ഞെരുക്കി കീഴ്പ്പെടുത്താമെന്നാണ് മോദി സർക്കാർ കരുതുന്നത്. ഇത് ബംഗാൾ ജനതയുടെ അവകാശമാണ്. അവർ നൽകുന്ന നികുതി പണമാണിത്. ഇത് നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. പശ്ചിമ ബംഗാളിനെ സാമ്പത്തികമായി പട്ടിണിക്കിടുന്ന ഈ നടപടി ബംഗാളികൾ ഒരിക്കലും മറക്കില്ലെന്നും മഹുവ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഫണ്ട് ഇല്ലാതെ തന്നെ മമതാ ബാനർജി സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്ന് പണമെടുത്ത് ജനങ്ങൾക്ക് നൽകുന്നത് BJPക്കുള്ള വലിയ തിരിച്ചടിയാണെന്നും അവർ പറഞ്ഞു. അമിത്ഷാ പുറത്തിറക്കിയ കുറ്റപത്രം വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും യഥാർത്ഥ കുറ്റപത്രം രാജ്യത്തെ ജനങ്ങൾ BJPക്കെതിരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാ ഉത്തരം പറയേണ്ട ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ ബംഗാളിനെതിരെ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും മഹുവ കുറ്റപ്പെടുത്തി.